ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വിലാസിനിയും ഭദ്രനും കൂടി വീട് നന്നാക്കുന്നതിൻ്റെ ആ ഒരു ടെൻഷനില്ല. ഭയങ്കര ടെൻഷനാട്ടോ രണ്ടുപേർക്കും. കാരണം പ്രിയയാണെങ്കിൽ അവസാന താക്കീത് എന്നുള്ള രീതിയിലാണ് അവരോട് പറഞ്ഞത് വീട് വൃത്തിയാക്കണം എന്നുള്ള കാര്യം. അങ്ങനെ വീട് വൃത്തിയാക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പണിക്കാരെ നിർത്തിയാൽ പോരെ എന്നൊരു തോന്നൽ. വേഗം ഇതിന് പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുക്കാൻ ആരുടെയും കയ്യിലില്ല. പൈസ കൊടുക്കാനായിട്ട് വിനോദിനെ ഇവരൊന്ന് സജസ്റ്റ് ചെയ്തു. നമ്മുടെ പഴയ വിനോദ് മാറിയിട്ടോ, ഇപ്പോൾ പുതിയ വിനോദായി മാറി വന്നിട്ടുണ്ടേ. അങ്ങനെ വിനോദിനോട് ഈ കാര്യം പറയാം. അപ്പോൾ വിനോദാകുമ്പോൾ എവിടുന്നെങ്കിലും ക്യാഷ് ഉണ്ടാക്കി കാര്യങ്ങൾ നടത്തിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നേരെ വിനോദിനെ വിളിക്കാനായിട്ട് ചെന്നു. വിനോദിനെ വിളിച്ചു. വിനോദ് ഇറങ്ങി വന്നു. വിനോദ് ഇറങ്ങി വന്നപ്പോൾ എന്താ എന്താ അമ്മയെ വിളിച്ചത്, എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിച്ചു. കാര്യം ഇവർ പറഞ്ഞു, വീട് വൃത്തിയാക്കണമെന്ന്. അതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് തന്നെ അങ്ങ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. എടാ മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്നോട് ചെയ്യാനോ? എൻ്റെ നടു പാടില്ലാതിരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? പ്രിയ വിളിച്ചു പറഞ്ഞു വീടൊക്കെ വൃത്തിയാക്കണമെന്ന്. അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വൃത്തിയാക്കണം. അമ്മയ്ക്കല്ലേ വയ്യാഴികയായിട്ടുള്ളൂ. അച്ഛൻ ഇവിടെ നല്ല പുലിക്കുഞ്ഞു പോലെ ഇരിക്കല്ലേ, അച്ഛനെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. നീ എന്ത് മനസാക്ഷിയില്ലാത്തവരാടാ ഈ പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് മകനോട് ഇവർ ചൂടായി. എടാ മോനെ, നീ ഒന്നില്ലെങ്കിലും കമ്പനിയിൽ ജോലിക്കൊക്കെ പോകുന്നല്ലേടാ. നീയേ ഒരു ജോലിക്കാരനെ ഇങ്ങോട്ടേക്കൊന്നും വിളിക്കടാ. ജോലിക്കാരനെ വിളിച്ച് കാര്യങ്ങളൊന്നും നടത്താൻ നോക്കടാന്ന് പറഞ്ഞപ്പം അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഒരു ജോലിക്കാരനെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെങ്കിൽ രൂപ എത്രയാ ചെലവെന്നോർത്താ? നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലേ? എൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അല്ലറ ചില്ലറ കാശ് കൊണ്ടാണ് ഇപ്പം പെട്രോൾ പോലും അടിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാ കമ്പനി പോകുന്നത്? അതെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനായിട്ട് അവൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ എവിടുന്ന് ക്യാഷ് എടുക്കാനാണെന്നും ചോദിച്ചുകൊണ്ട് വിനോദ് ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ, അതെ, രണ്ടുപേർക്കും ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവളുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയത്. അവളതേ ഇപ്പം ഞങ്ങളെ ഭരിക്കാനും കൂടെ തുടങ്ങി. ഞങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാവോ? അതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. ഇവിടെ ജീവിക്കണമെങ്കിലേ, പ്രിയയുടെ ഔദാര്യത്തിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തേക്ക് മകൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ ആഞ്ഞു പിടിച്ചോ, പെട്ടെന്ന് പണി തീർക്കാവെന്ന് പറഞ്ഞ് മകൻ അങ്ങ് പോവുകയും ചെയ്തു. മകൻ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞ് എത്രയോ ശരിയാ ഭദ്രേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ വിലാസിനെ ഇങ്ങനെ പറഞ്ഞപ്പം, ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നാലേ പണി അവിടെ കിടക്കുവടി. അവള് ഇങ്ങ് വരും, നമ്മളെ എടുത്ത് പോരിക്കും. അതുകൊണ്ട് നീ വേഗം വാ, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തേക്കാവെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും കൂടി വീട് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങ് പോണു. രണ്ടുപേരും സർവമാന ദൈവങ്ങളെയും വിളിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അറക്കൽ തറവാട്ടിലേക്ക് ഗീതുവും ഗോവിന്ദും കൂടെ കടന്നു വരുന്നത്. അവർ രണ്ടുപേരും വരുന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് ആദ്യം ഒരു വണ്ടി വരുന്നു, പിന്നാലെ വേറൊരു വണ്ടി വരുന്നു. അപ്പോൾ ആ രണ്ടാമത് വന്ന വണ്ടിയിൽ അവർ വന്ന് ഇറങ്ങി. അപ്പോഴേക്ക് അയ്യപ്പേട്ടനും ഷിബു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അവർ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. ഗോവിന്ദ കുഞ്ഞേന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അയ്യപ്പേട്ടൻ ഈ സമയത്ത് ഗീതുമോളെ, നിങ്ങൾ വരുമെന്ന് കേട്ടപ്പോൾ എത്ര നേരമായിട്ട് ഞങ്ങളിവിടെ കാത്തിരിക്കായിരുന്നെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഡയലോഗും കാര്യങ്ങളൊക്കെ അയ്യപ്പേട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞപ്പം, ഗോവിന്ദേട്ടാ അവരെ കണ്ടോ? പെട്ടെന്ന് കൂടെ വന്ന വണ്ടിയിൽ നിന്ന് രണ്ടുപേരെ ഇറങ്ങി. അവരെ കണ്ടോ? അവരെ നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നതാ. അവർ നമ്മൾക്ക് നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. ഗോവിന്ദേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യപ്പേട്ടാ അവരെ നമ്മളെ കൊല്ലാൻ വന്നവരാണെന്ന് പറഞ്ഞു ഗീതുവിനെ നേരം ഗോവിന്ദൻ കളിയാക്കി. അയ്യപ്പേട്ട ഞാൻ പറയുന്നത് നേരെ അയ്യപ്പേട്ട, അവർ കണ്ടോ എന്തോ പ്രശ്നമുണ്ട് അയ്യപ്പേട്ടൻ ഒന്ന് ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശവത്തിൽ ചവിട്ടിയേ നിങ്ങളെ തൊടുകയുള്ളൂ. ഷിബു വാടാ, ഇച്ചിരി പണിയുണ്ടെന്ന് പറഞ്ഞ് ഷിബുവിനെയും കൂട്ടിക്കൊണ്ട് അയ്യപ്പേട്ടൻ അങ്ങ് പോയി. അയ്യപ്പേട്ടൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക അയ്യപ്പേട്ട, പ്രശ്നത്തിനൊന്നും പോകണ്ട, ഞാനൊന്ന് ചെന്ന് ചോദിക്കട്ടെ എന്താ കാര്യമെന്ന്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അവരുടെ അരികിലേക്ക് പോകുക. ഗോവിന്ദ് അവരുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും താങ്ക്സ് എന്ന് പറഞ്ഞു അവർ. അന്നേരം ഇവിടെ നിന്ന് ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കുക. താങ്ക്സോ? ഇനി എന്തിനാ ഇപ്പം താങ്ക്സ് പറയുന്നേ എന്നൊരിതിലേ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, നിങ്ങളിവിടെ എത്തിച്ചാൽ മാത്രം മതിയെന്നാണ് ഞങ്ങളോട് മഹേഷ് സാറ് പറഞ്ഞിരിക്കുന്നത്. സേഫായി നിങ്ങളിവിടെ എത്തി, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് പറയും. ശരി ആയിക്കോട്ടെ, മഹേഷിനെ ഞാൻ വിളിച്ചോളാമെന്നും പറഞ്ഞു ഗോവിന്ദൻ അവരങ്ങനെ യാത്രയാക്കി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ ഇവരുടെ അടുത്തേക്ക് ചെന്നു, ഗീതുവിൻ്റെയൊക്കെ അരികിലേക്ക്. ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഗുണ്ടകളെ കണ്ടോ? നിഷ്പ്രയാസം ഞാൻ പറഞ്ഞു വിട്ടത് കണ്ടോ എന്ന് ചോദിച്ചപ്പം സോറി എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. അവളുടെ ഒരു സോറി. ഒരബത്തൊക്കെ ആർക്കും പറ്റും, കയറി വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ കുഞ്ഞിനെയും അതുപോലെ
ഗീതുവിനെയും അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുക, ഇങ്ങനെ നിൽക്കാതെ വാ മക്കളെന്നും പറഞ്ഞ്. അപ്പോൾ ഇവർ കയറി ചെന്നു. ഇവർ വലതുകാല് വെച്ച് നമ്മുടെ ഗീതു കയറി ചെന്ന് കാലെടുത്ത് വെച്ചിട്ട് ഗീതു പറഞ്ഞു, ഞാൻ വലിയൊരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനുള്ള ഇടയുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഗീതു ആ കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഗീതു അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അന്നേരത്തേക്കും നമ്മുടെ ഗോവിന്ദും അതുപോലെ അയ്യപ്പേട്ടനും ഷിബുവും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ അരികിലേക്ക് അമ്മ വന്നു. അമ്മ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഗോവിന്ദ്. പെട്ടെന്ന് രാധികയ്ക്ക് ഇവളെ കണ്ടപ്പോഴേക്കും ഭയങ്കര കലിപ്പ്. പിന്നെ മനസ്സിൽ ചിന്തിച്ചു, ഇപ്പം ഞാൻ ഇവളോട് ശത്രുത കാണിച്ചാൽ ഗോവിന്ദിന് അത് മനസ്സിലാകും. ഗോവിന്ദ് എൻ്റെ കള്ളക്കളികളൊക്കെ പിടിക്കും. അതുകൊണ്ട് ഗീതുവിൻ്റെ മുന്നിൽ സ്നേഹം അഭിനയിക്കാമെന്നും പറഞ്ഞ് മകളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ചിട്ട്, നീ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാടി വന്നത് എന്ന് രാധിക ചെവിയിൽ ചോദിക്കുക ഗീതുവിനോട്. അപ്പം അമ്മ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു അന്നേരം തിരിച്ചും സ്നേഹപ്രകടനം. ഇവരുടെ രണ്ടുപേരുടെയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഗീതു ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് ഗീതുവിനോട് ഇപ്പോഴും ഉള്ളൊരു സ്നേഹം അതൊട്ടും കുറഞ്ഞിട്ടില്ല. എന്തോരം സ്നേഹമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ നമ്മുടെ ഗോവിന്ദ്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തേക്ക് വരാൻ പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ദേ വരുന്നു നമ്മുടെ ആരതിയുമായിട്ട് ബാക്കിയുള്ളവർ. വന്നിറങ്ങിയപ്പോഴേക്കും ഗീതു പാപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്ന് കാഞ്ചന കെട്ടിപ്പിടിച്ചിട്ട്, ഈ തലേക്കെട്ട് റാണി മാതിരി ഇറുക്ക് അല്ലേ മാമി എന്നും ചോദിച്ചു. കൊള്ളാം അല്ലേ ഗോവിന്ദ് മാമ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രിയ വന്നിട്ട്, അമ്മേ ദേ ഇത് പിടിക്കുക, ഇത് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ പറഞ്ഞപ്പോൾ ഇപ്പം എന്തിനാ ഇവർ ആരതി ഒഴിയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതിന് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് വരുന്നവരൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അമ്മ ഇത് ഗീതുവിൻ്റെ ഒരു പുനർജന്മമാണ്. അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ സകല ദോഷങ്ങളും ആരതി ഒഴിഞ്ഞെടുത്തതിന് ശേഷം വേണം ഗീതുവിനെ അകത്തേക്ക് കൊണ്ടുവരാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ പറഞ്ഞേ. അപ്പോഴേക്കും ഇവരിങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് രാധിക ഇതിങ്ങനെ മേടിച്ച് പിടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ചോദിച്ചു, അതിന് രാധികാമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അറിവ് വെച്ച് അല്ലെങ്കിൽ എൻ്റെ കേട്ടറിവ് വെച്ച് രാധികാമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഗീതു പറഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോഴേക്കും ഈ കാഞ്ചനയും കയറി പറഞ്ഞു, ആ ശരിയാ, അങ്ങനെ മാമിക്കത് ചെയ്യാൻ പാടില്ല, സുമംഗലികളായിട്ടുള്ള സ്ത്രീകളാണ് ഇത് ചെയ്യേണ്ടത്, വിധവകൾക്ക് ഈ ഒരു ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ രാധിക ഇങ്ങനെ ഞെട്ടി. അപ്പോഴേക്കും ഗോവിന്ദ്, ഈ വീട്ടിൽ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ അധികാരവും അവകാശം ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയ്ക്ക് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ദേഷ്യപ്പെട്ടു ഗീതുവിനോട്. അപ്പൊ കാഞ്ചന പറഞ്ഞു, ഇല്ല ഗോവിന്ദ് മാമ പറഞ്ഞത് സത്യം താനേ, അങ്ങനെ മാമിക്കിത് ചെയ്തുകൂടാ, അതാണ് ശാസ്ത്രം, വിധവകൾ ഇത് ചെയ്താൽ കുടുംബം മുടിഞ്ഞു പോകും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ, എൻ്റെ അമ്മ ഇത് ചെയ്തിട്ട് ഈ കുടുംബം മുടിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദൻ. അയ്യോ മുടിഞ്ഞു പോകും, സത്യമായിട്ടും മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു വീണ്ടും കാഞ്ചന. ഇവിടെ ഇപ്പോൾ ഒരു ആരതിയും വേണ്ട, ഒന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അത് വേണ്ടാന്ന് വെച്ച് ധിഖരിച്ച് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, അതെ ഇത് ഈ ആരതി ഒഴിയണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, അത് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുകയില്ല. പിന്നെ വീടിനകത്തേക്ക് കയറണമെങ്കിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന തിരുനാളം മാത്രം മതി, അതായത് ഈ നിലവിളക്ക് മാത്രം മതി എനിക്ക്, ഈ നിലവിളക്കും കൂടെ ഞാൻ അകത്തേക്ക് കയറിക്കോളാം. നിലവിളക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ശക്തി തന്നെയാണ്. നിലവിളക്കിൻ്റെ ആ തീയിൽ അടുത്തു വരുന്ന ദുഷ്ടപ്രാണികളൊക്കെ നശിച്ചു പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞു. ഇനിയാണ് ആ തീ എരിയാൻ പോകുന്നതെന്നും പറഞ്ഞ് ഗീതു ഈ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറി പോകും. അപ്പോൾ ഗീതു ഇത് പറഞ്ഞിട്ട് കയറി പോയപ്പോൾ രാധികയ്ക്ക് കാര്യം മനസ്സിലായി, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അപ്പം കാഞ്ചന ഇവർ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാധികയോട് ചോദിച്ചു, രാധിക മാമി അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ദുഷ്ടപ്രാണികൾ ഈ വീട്ടിൽ ആരാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, ഈ വീട്ടിൽ ഒരേ ഒരു ദുഷ്ടപ്രാണിയേ ഉള്ളൂ, അത് ദേ ഗീതു ആണെന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദ് അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പം ഗീതു പാപ്പ ഒരിക്കലും ദുഷ്ടപ്രാണിയല്ല എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ ഗീതുവിനെ സൈഡായിട്ട് പറയുന്നു. അങ്ങനെ ഇവരിതും പറഞ്ഞ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന ആ ഒരു ആരതി ഒഴിയാനുള്ള തട്ടം ഉണ്ടല്ലോ, തൻ്റെ കലി മുഴുവൻ അതിനോട് തീർത്ത് ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ആഞ്ഞു വലിച്ചെറിഞ്ഞു രാധിക. കാരണം രാധിക ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി വന്ന ഗീതു ഇനി ഒരിക്കലും പിറകോട്ട് പോകില്ല, പത്തര മാറ്റോടുകൂടി മുന്നോട്ടേ പോകുള്ളൂ എന്നുള്ള കാര്യം ഈ രാധികയ്ക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ടെൻഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയ്ക്കുള്ളത്. അങ്ങനെ നേരെ അകത്തേക്ക് ചെന്ന് നമ്മുടെ ഗീതു പോയത് നേരെ പൂജാമുറിയിലേക്കാണ്. പൂജാമുറിയിലേക്ക് ചെന്നിട്ട് ഗീതു അവിടെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥനയും കാര്യങ്ങളും, ഏത് നിമിഷവും എന്തു മരിക്കാമെന്നുള്ള ആ ഒരു ഉറപ്പോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, എന്നെ നീ ഒന്ന് കാത്ത് രക്ഷിക്കണേ എന്ന്. എൻ്റെ ജീവനല്ല എനിക്ക് പ്രധാനം, മറിച്ച് ഗോവിന്ദ് സാറിന് ഒരാപത്തും വരുത്താതെ എന്നെ ഒന്ന് കാത്ത് രക്ഷിക്കണേ, അല്ലെങ്കിൽ ഗോവിന്ദേട്ടനെ കാത്ത് രക്ഷിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ നിന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഗീതുവിനെ കാത്ത് അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക.
അപ്പോൾ ഗീതുവിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോയി, ഇവരുടെ അരികിലേക്ക് പോയി. അപ്പോൾ പ്രിയ അവിടെ നിന്ന് പോയി. ഗീതുവിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കണ്ട് പ്രിയ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേഖ പറയുവാണ്, ഗീതു പഠിക്കാൻ പോയതല്ല, മറിച്ച് കാമുകനൊപ്പം ജീവിക്കാൻ പോയതാണെന്ന് പ്രിയ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞാൽ അവളുടെ സ്നേഹം പോകും, അത് പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് കാഞ്ചനയും അതുപോലെ പ്രിയയും ഒക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പ്രിയയുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ രാധികയ്ക്ക് ഭയങ്കരമായി ദേഷ്യം. അപ്പോൾ IAS ബാംഗ്ലൂർ പഠിക്കാൻ പോവാണെന്നല്ലായിരുന്നോ ഗീതു പാപ്പ പറഞ്ഞത്, ഇപ്പം എന്താ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കാഞ്ചന. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. ശാന്തികൃഷ്ണ മേഡോ എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്തെ ആ കോച്ചിങ് സെൻ്ററാ മെച്ചമെന്ന്. ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല എന്നല്ലേ എന്നോട് പറഞ്ഞതെന്ന് രാധിക അന്നേരം ചോദിച്ചു. അത് പിന്നെ അപ്പോഴത്തെ എൻ്റെ ഒരു വാശി, ഞാൻ തീരുമാനം അത് കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. പിന്നെ അമ്മയും കൂടി എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനോ എന്ന് രാധിക ചോദിച്ചപ്പോൾ അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുള്ള കാര്യം. അമ്മ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്, കണ്ണൻ്റെ ജീവിതം നിറം കെട്ടുപോകുമെന്നൊക്കെ അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അല്ലെങ്കിലും പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും ഗീതു ചേച്ചിയെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അമ്മയെന്ന് പ്രിയ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയൊക്കെ പാസ്സാക്കി. അന്നേരത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ദേ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് അമ്മ പോകുന്നില്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓടിപ്പിടിച്ചിങ്ങ് പോകുന്നത്. ഹോസ്പിറ്റലല്ലായിരുന്നോ, ഉറങ്ങാനുള്ള മരുന്നൊക്കെ കുത്തിവെച്ച പോരായിരുന്നു എന്ന് കാഞ്ചന നേരത്തേക്കും ചോദിക്കാം. ഇത് കേട്ടപ്പം അതെ, ഒരുറക്കവും വന്നില്ല, പക്ഷേ ഒരു ഉറക്കം മരുന്നിനും എന്നെ ഉറക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ തട്ടി വിടുക സ്നേഹപ്രകടനങ്ങൾ. അങ്ങനെ ഈ സമയത്ത് രാധിക ഇങ്ങനെ പല്ലുറമ്മി പിടിച്ചെങ്കിൽ നിൽക്കുകയല്ലേ. ഗീതു പറഞ്ഞാ ഗീതു ശരി, ഇണങ്ങിക്കഴിഞ്ഞാലേ നമ്മുടെ സങ്കടം അത് എതിലെ പോകുമെന്നറിയില്ല, അമ്മ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ രേഖയുടെ വക ഒരു കുത്തും കൂടി അങ്ങ് കൊടുത്തു. രാധിക ഇതൊക്കെ കണ്ട് കലിപ്പ് കയറി നിൽക്കുകയല്ലേ. എന്തായാലും ഇനി രാധികാമ്മയ്ക്ക് കൊള്ളാം. ഇത്രയും സങ്കടപ്പെട്ട് തിരിച്ചു വരാനിരുന്ന് നീ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്നും ആരും അറിയാതെ മുങ്ങിയത് എന്ന് രാധിക ചോദിക്കുവാണ് ഈ പറയുന്ന ഗീതുവിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായോ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ചിന്തിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗീതു അതിന് മറുപടി കണ്ടെത്തി. അത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ. അപ്പോൾ ഏത് ഫ്രണ്ട്? ആ ഫ്രണ്ട് ആണാണോ പെണ്ണാണോ എന്ന് കാഞ്ചന ചോദിച്ചു. ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാരായിരുന്നു ചേച്ചി എന്ന് ചോദിച്ചു അന്നേരം പ്രിയ. ഇതാരാന്നറിയാൻ രാധിക ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ രാധികാമ്മയെ നോക്കിയിട്ട് വിജയലക്ഷ്മി മേഡമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആശാത്തിയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. അയ്യോ അവരാണോ കൂട്ടിക്കൊണ്ടുപോയത്, പാട്ടുകാരി വിജയലക്ഷ്മി മേഡമാണോ എന്ന് രേഖയും കൂടെ ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഒരു രീതിയിലും രോഹിത്തിനെ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കരുതെന്ന് ആ മേഡം എന്നോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ തട്ടി വിടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാ ഇതൊന്നും ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ രേഖയ്ക്കും പ്രിയയ്ക്കും ഒക്കെ അവരോട് ഭയങ്കര ഒരു ഇഷ്ടവും കരുതലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പേര് കേട്ടപ്പം അവരെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു പേടി, പക്ഷെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു. അത് പിന്നെ രാധിക മാമിക്ക് അടുപ്പമുള്ളവരോ അങ്ങനെയല്ലേ പറയുള്ളൂ. ഗോവിന്ദ് മാധവന്റെ ആദ്യ ഭാര്യയല്ലേ ഈ വിജയലക്ഷ്മി. അപ്പം കാഞ്ചനെ നീ എന്ത് വിവരക്കേടായി പറയുന്നതെന്ന് രേഖ ചോദിച്ചു. എന്താ അങ്ങനെയല്ലേ? വായി തോന്നിയതൊന്നും വിളിച്ചു പറയല്ലേ. അതെ, പാട്ടുകാരി വിജയലക്ഷ്മിക്ക് ഗോവിന്ദേട്ടൻ്റെ അമ്മയാകാൻ പ്രായമുണ്ടെന്ന് പറഞ്ഞു പ്രിയ. അയ്യോ ഭാര്യയുടെ അമ്മയുടെയൊക്കെ സ്നേഹം ഒന്നിച്ച് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഗോവിന്ദ് മാമ അങ്ങനെ ഏറ്റെടുത്തതാണെങ്കിലോ അനാവശ്യം പറയാതെ പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയോടും അതുപോലെ മറ്റുള്ളവരോടും ദേഷ്യപ്പെട്ടു രാധിക. അപ്പം ഞാനിവിടെ എത്തിയെന്ന് എന്തായാലും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ എടുത്ത് വിളിക്കുക. അപ്പോൾ എനിക്ക് വിജയലക്ഷ്മി മേഡത്തിനെ പരിചയപ്പെടണമെന്ന് പ്രിയ പറഞ്ഞപ്പം സെലിബ്രിറ്റി അല്ലേ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് കാഞ്ചനയും തുള്ളിച്ചാടി. അപ്പം ഞാൻ വിളിച്ചു തരാം കേട്ടോ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാമേ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ രാധിക ഇങ്ങനെ പേടിച്ച് വിറച്ച് കലിപ്പ് കയറി ഇങ്ങനെ അവിടെ നിൽക്കുക. കാരണം എന്താ, കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ആശാത്തിക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത് രാധിക അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ അതേ മാമിയുടെ ബന്ധുവല്ലേ, അപ്പോൾ പിന്നെ മാമിക്ക് സംസാരിച്ചാൽ എന്താന്ന് കാഞ്ചന ചോദിച്ചു. ചിലരൊക്കെ മാറി നിന്നാലേ മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പോകുന്നില്ല, അവിടെ തന്നെ അങ്ങ് നിന്നു, പോകുന്നില്ല എന്നുള്ള രീതിയിൽ. ഇതൊക്കെ കേട്ടിട്ട് പ്രിയയ്ക്ക് ആകെ ഒരു ഇതുപോലെ ഇതെന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു കാര്യമില്ലാതെ പൊന്നൊരുക്കുന്നിടത്ത് വന്നിരിക്കുന്ന പൂച്ചയില്ലേ,
അതുപോലെ ഇവിടെ കാഞ്ചന അല്ല കാഞ്ചനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതു, ഞാൻ കാഞ്ചനയാട്ടോ ഉദ്ദേശിച്ച, വേറെ ആരും ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് രാധികയ്ക്ക് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഗീതു. എന്നിട്ട് ഫോൺ എടുത്ത് വിജയലക്ഷ്മിയെ വിളിക്കുക. അപ്പോൾ കൂടെ നിന്ന് അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്ന രാധിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥയിൽ നിന്ന് അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.